വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇന്നൊരു വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണം തോന്നി. അതായത് നമ്മുടെ ടിയക്കുട്ടിയുടെ ഒരു വീഡിയോ, അതിനകത്ത് അവര് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടുമ്പോൾ ആ ഒരു പേരന്റിനെ ആ ടിയക്കുട്ടിയുടെ അമ്മയെ കുറെ പേര് നെഗറ്റീവ് ആക്കിയിട്ട് അവര് അങ്ങനെ ഒരു സ്ത്രീയാണ്, ഇങ്ങനൊരു സ്ത്രീയാണ്, അവർക്ക് പൈസയുടെ അഹങ്കാരമാണ്, ആ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല, അങ്ങനെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. പിന്നെ കുറെ യൂട്യൂബേഴ്സ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്ന കണ്ടു. പക്ഷെ എനിക്ക് അതിന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അവരുടെ പേരൻസ് ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അത് അവർക്കുള്ളത് കൊണ്ട് അവർ വാങ്ങിക്കൊടുക്കുന്നു. അതിൽ ബാക്കിയുള്ളവർ എന്തിനീ അസൂയപ്പെടണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്തിനു ജഡ്ജ് ചെയ്യണം? ഇപ്പം ഞങ്ങളും ഒരു പേരന്റാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് എപ്പോഴും നമ്മൾ നല്ല എന്തുവാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അല്ലെ അവരെ എപ്പോഴും ബെസ്റ്റ് ആക്കി വെക്കാനേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അവരുടെ മക്കൾക്ക് ഇപ്പം അപ്പർ മിഡിൽ ആവാം, മിഡിൽ ക്ലാസ് ആവാം, ലോവർ ആവാം, എന്തോ ആയിക്കോട്ടെ. അപ്പം ഓരോരുത്തർക്കും ഉണ്ട് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. എനിക്കിപ്പം ഞാനൊരു പുറത്തൂടെ ഒരു BMW കാർ പോകുമ്പോഴത്തേക്കും, അയ്യോ എനിക്ക് BMW കാറിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, അവര് പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് എന്താണുള്ളത് അതിൽ ഞാൻ ഓക്കെ ആവണം. അത് ആരാണെങ്കിലും അങ്ങനെയാണ് ആവേണ്ടത്. അല്ലാതെ വേറൊരാൾക്ക് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൂയപ്പെടുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്കുണ്ട്. അപ്പം ചിലപ്പോൾ അവർ യൂട്യൂബിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കും അവര് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഇഷ്ടമുള്ളത് അവർ വാങ്ങിക്കൊടുക്കുന്നു. അവരെ ക്യാഷ് ഉണ്ട്, അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിൽ അവർ വാങ്ങിക്കൊടുക്കുന്നു. അതിലാരും ആവശ്യമില്ലാതെ നെഗറ്റീവ്സ് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഉള്ളത് വെച്ചിട്ട് അവര് വാങ്ങിക്കൊടുക്കുന്നു. അതില് ഈ കുറെ യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നു, പിന്നെ കുറെ റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്, അവരെല്ലാം ഇങ്ങനെ വീഡിയോസ് ഇടുന്നു. അവര് പിന്നെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തോ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാനിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊന്നും ആക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എൻ്റെ മോളെന്ന് വെച്ചാൽ ടിയക്കുട്ടിയുടെ വലിയൊരു ഫാനാണ്. അവളുടെ വീഡിയോസ് കാണും, ഞാനും അവളുടെ കൂടെ ഇരുന്നിട്ട് ടിയക്കുട്ടിയുടെ വീഡിയോസ് ഒക്കെ കാണും. അപ്പോൾ എനിക്കെന്തോ പറയണം തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.